നമസ്കാരം. ഒമാനിലുണ്ടായ ശക്തമായ മിന്നൽ പ്രളയത്തിൽപ്പെട്ട് മലയാളികൾ മരിച്ചു. പാലക്കാട് തൃത്തല സ്വദേശികളായ യൂസഫ്, ഷംല എന്നിവരാണ് അപകടത്തിൽപ്പെട്ടത്. കുടുംബത്തോടൊപ്പം സഞ്ചരിക്കവേ ഇവർ സഞ്ചരിച്ച വാഹനം വാദിയിലെ ശക്തമായ മലവെള്ളപ്പാച്ചിലിൽ അകപ്പെടുകയായിരുന്നു. യൂസഫിന്റെ മൃതദേഹം കണ്ടെത്തിയതായും ഷംലയ്ക്കായിട്ടുള്ള തിരച്ചിൽ സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് അതോറിറ്റി തുടരുകയാണെന്നും ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചു. കുടുംബത്തോടൊപ്പം യാത്ര ചെയ്യവെയാണ് അപ്രതീക്ഷിതമായി മിന്നൽ പ്രളയമുണ്ടായത്. റോഡിലേക്ക് ഇരച്ചു കയറിയ ശക്തമായ വെള്ളപ്പാച്ചിലിൽ വാഹനം നിയന്ത്രണം വിട്ട് ഒലിച്ചു പോവുകയായിരുന്നു. വാഹനത്തിലുണ്ടായിരുന്ന 4 കുട്ടികൾ ഉൾപ്പെടെ 6 പേർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. പ്രളയത്തിൽ നിന്ന് രക്ഷപ്പെട്ടവരെ ഉടൻ തന്നെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റി. അപകടം നടന്ന ഉടൻ തന്നെ ഒമാൻ പോലീസും സിവിൽ ഡിഫൻസ് വിഭാഗവും സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം ആരംഭിച്ചിരുന്നു. ഷംലയെ കണ്ടെത്താനായി ഹെലികോപ്റ്ററുകളും മുങ്ങൽ വിദഗ്ധരുമടങ്ങുന്ന വലിയൊരു സംഘം പ്രദേശത്ത് തിരച്ചിൽ നടത്തുന്നുണ്ട്. കനത്ത മഴയെ തുടർന്ന് വാദികളിലെ ഒഴുക്ക് വർദ്ധിക്കുന്നത് രക്ഷാപ്രവർത്തനത്തിന് വെല്ലുവിളിയാകുന്നുണ്ട്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ഒമാന്റെ വിവിധ ഭാഗങ്ങളിൽ ശക്തമായ മഴയാണ് പെയ്യുന്നത്. പലയിടങ്ങളിലും വാദികൾ നിറഞ്ഞൊഴുകുകയാണ്. കാലാവസ്ഥാ വ്യതിയാനത്തെ തുടർന്ന് രാജ്യം അതീവ ജാഗ്രതയിലാണ്. താഴ്ന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്നവരോടും വാദികൾ മുറിച്ചു കിടക്കുന്നവരോടും ജാഗ്രത പാലിക്കണമെന്ന കർശന നിർദ്ദേശം അധികൃതർ നൽകിയിട്ടുണ്ട്. അതേസമയം വരും മണിക്കൂറുകളിലും മഴ കൂടുതൽ ശക്തമാകുമെന്ന മുന്നറിയിപ്പും ഇതിനൊപ്പം നൽകുന്നുണ്ട്. മുസന്തം, അൽ ബുറൈമി ഗവർണറേറ്റുകളിലാണ് ഏറ്റവും കൂടുതൽ മഴ പ്രതീക്ഷിക്കുന്നത്. അൽ ദാഹിറ, നോർത്ത് അൽബത്തിന എന്നിവിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പിൽ പറയുന്നു. മഴയ്ക്കൊപ്പം മഞ്ഞുവീഴ്ചയ്ക്കും സാധ്യതയുള്ളതിനാൽ വാദികളിലും താഴ്ന്ന പ്രദേശങ്ങളിലും പെട്ടെന്നുള്ള പ്രളയ സാധ്യതയും നിലനിൽക്കുന്നു. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കാറ്റും കൂടുതൽ ശക്തമായേക്കാം. സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് അതോറിറ്റി ഉച്ചയ്ക്ക് 12 മണി മുതൽ രാത്രി 10 മണി വരെ ലഭിച്ച വിവിധ അടിയന്തര കോളുകളോട് പ്രതികരിക്കുകയും സുൽത്താനേറ്റിലെ വിവിധ ഗവർണറേറ്റുകളിലായി ആകെ 18 സംഭവങ്ങളിൽ ഇടപെടുകയും ചെയ്തുവെന്നും അധികൃതർ വ്യക്തമാക്കി. കനത്ത മഴയെ തുടർന്ന് ജലനിരപ്പ് ഉയർന്നതിനാൽ മസ്കറ്റ് ഗവർണറേറ്റിലെ ഒരു സ്ഥലത്ത് നിന്ന് 30 പേരെയും സൗത്ത് ഷെർക്കിയ ഗവർണറേറ്റിലെ വീടുകളിൽ നിന്ന് 4 പേരെയും രക്ഷാസേന ഒഴിപ്പിച്ചു. രക്ഷപ്പെടുത്തിയവരെല്ലാം സുരക്ഷിതരാണെന്നും അധികൃതർ അറിയിച്ചു. താഴ്വരകളിലും ജലാശയങ്ങളിലും വാഹനങ്ങൾ കുടുങ്ങിയ 14 സംഭവങ്ങളിലും ഇടപെടൽ നടത്തിയതായി അധികൃതർ വ്യക്തമാക്കി. അടിയന്തരമായി സ്വീകരിച്ച ഈ രക്ഷാപ്രവർത്തനത്തിലൂടെ 9 പേരെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ സാധിച്ചുവെന്നും അധികൃതർ വ്യക്തമാക്കുന്നു. ഏത് അടിയന്തര സാഹചര്യത്തെ നേരിടാൻ അതോറിറ്റി 24 മണിക്കൂർ സജ്ജമാണെന്നും ആവർത്തിച്ച് വ്യക്തമാക്കി. പൗരന്മാരും താമസക്കാരും ജാഗ്രത പാലിക്കണമെന്നും നിറഞ്ഞൊഴുകുന്ന താഴ്വരകളും ജലാശയങ്ങളും മുറിച്ചു കടക്കുന്നത് ഒഴിവാക്കണമെന്നും ജീവനും സ്വത്തും സംരക്ഷിക്കുന്നതിനായി ഔദ്യോഗിക സുരക്ഷാ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്നും അതോറിറ്റി അഭ്യർത്ഥിച്ചു. ഇതിനിടയിൽ കൊടുങ്കാറ്റ് മിക്കയിടങ്ങളിൽ ശക്തമാകുന്നുണ്ട്. സിവിൽ ഏവിയേഷൻ അതോറിറ്റി, റോയൽ ഒമാൻ പോലീസ്, സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് അതോറിറ്റി എന്നിവർ സംയുക്തമായി ദുരന്തബാധിത പ്രദേശങ്ങളിൽ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുകയാണ്. മാർച്ച് 20 മുതൽ ഒമാനിലെ ഒന്നിലധികം ഗവർണറേറ്റുകളെ ശക്തമായ അന്തരീക്ഷ ന്യൂനമർദ്ദം ബാധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഞായറാഴ്ചയോടെ ഇതിന്റെ ആഘാതം ഭീകരമായ രീതിയിൽ വർദ്ധിച്ചു. സിവിൽ ഏവിയേഷൻ അതോറിറ്റിയുടെ കീഴിലുള്ള നാഷണൽ മൾട്ടി ഹസാർഡ് ഏർലി വാർണിംഗ് സെന്റർ ഇത് സംബന്ധിച്ച് തുടർച്ചയായ മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ട്. അതിശക്തമായ മഴ, ഇടിമിന്നലോടുകൂടിയ മഴ, കൊടുങ്കാറ്റ്, ആലിപ്പഴ വർഷം എന്നിവയുണ്ടാകാമെന്നും മുന്നറിയിപ്പുണ്ട്. ഇത് 10 ദിവസം വരെ നീണ്ടു നിൽക്കാമെന്നും നിലവിലെ അറിയിപ്പുകളിൽ വ്യക്തമാക്കുന്നു. അതേസമയം മരിച്ച മലയാളികളുടെ മരണത്തിൽ തൃത്താലയിലെ UDF സ്ഥാനാർത്ഥി VT ബൽറാം അനുശോചനം രേഖപ്പെടുത്തി. ഒമാൻ മസ്കറ്റ് ബർക്കയിലെ മിന്നൽ പ്രളയത്തിലുണ്ടായ അപകടം വേദനാജനകമാണ്. മരണപ്പെട്ട 3 മലയാളികളും തൃത്താലക്കാരും വേണ്ടപ്പെട്ട കുടുംബാംഗങ്ങളാണ്. പ്രിയ സുഹൃത്തും ഒമാൻ ഇൻഗാസ് ദേശീയ സമിതി അംഗവുമായ ലുബിഷാദിന്റെ ഭാര്യ ഷംല, യൂസഫ്, റംല എന്നിവർക്ക് ആദരാഞ്ജലികൾ. പ്രിയപ്പെട്ടവരുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നുവെന്നുമാണ് അദ്ദേഹത്തിന്റെ കുറിപ്പ്.